ഈന്തപ്പഴം കഴിക്കാൻ ഏറ്റവും നല്ല സമയം രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി. ഉത്തരം വൈകുന്നേരം. ഈന്തപ്പഴം ഒരു നേരത്തെ വിശപ്പ് മാറ്റാൻ കഴിവുള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെയും ഊർജത്തിൻ്റെയും ഫൈബേഴ്സിൻ്റെയും വൈറ്റമിൻസിൻ്റെയും കലവറയാണ്. അതുകൊണ്ട് തന്നെ ഈന്തപ്പഴത്തിന് ഒരു നേരത്തെ ഭക്ഷണമാവാനുള്ള കഴിവുണ്ട്. നഖങ്ങൾ പൊട്ടിപ്പോകുന്നത് ഏതിൻ്റെ കുറവ് മൂലമാണ്? കാൽസ്യം, പൊട്ടാസ്യം, മഗ്നീഷ്യം, സോഡിയം. ഉത്തരം കാൽസ്യം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് എത്ര മണിക്കൂർ മുന്നേ വെള്ളം കുടിക്കുന്നതാണ് ഉത്തമം? ഓപ്ഷൻസ്: 1 മണിക്കൂർ, 2 മണിക്കൂർ, അരമണിക്കൂർ, 3 മണിക്കൂർ. ഉത്തരം 2 മണിക്കൂർ. ശരീരം തണുക്കാൻ സഹായിക്കുന്ന പച്ചക്കറി: ചേന, വെള്ളരിക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്. ഉത്തരം വെള്ളരിക്ക. വെള്ളരിക്കയിൽ ധാരാളം ജലാംശവും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിരിക്കുന്നു. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന മധുരം: ജിലേബി, ഡാർക്ക് ചോക്ലേറ്റ്, ലഡു, ഐസ്ക്രീം. ഉത്തരം ഡാർക്ക് ചോക്ലേറ്റ്. കാലിഫോർണിയയിൽ നടന്ന പഠനത്തിൽ ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നവരുടെ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ ഇരട്ടിക്കുന്നതായി കണ്ടെത്തി. ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിരിക്കുന്ന ഫ്ലാവനോയിഡ്സ്, തിയോബ്രാമിൻ, പോളിഫിനോൾ തുടങ്ങിയവ സ്റ്റെം സെൽ പ്രൊഡക്ഷൻ കൂട്ടുകയും ഏജിംഗ് കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. പഴകിയ ഏത് നട്ട്സാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത്? ബദാം, പിസ്ത, കപ്പലണ്ടി, അണ്ടിപ്പരിപ്പ്. ഉത്തരം കപ്പലണ്ടി. പഴകിയ കപ്പലണ്ടി ആരോഗ്യത്തിന് നല്ലതല്ല. കപ്പലണ്ടിയിൽ വരുന്ന ഫംഗസ് ആസ്പെർജില്ലസ് ഫാമിലിയിൽപ്പെട്ട ഫംഗസാണ്. ഇത് ആൽഫ ടോക്സിൻ എന്ന രാസവസ്തു ഉണ്ടാക്കുന്നു. ഈ കെമിക്കൽ ശരീരത്തിലെത്തിയാൽ കരൾ ക്യാൻസർ ഉണ്ടാവാൻ കാരണമാവുന്നു. യോനിയിൽ നാവ് ചലിപ്പിക്കേണ്ടത് എങ്ങനെ? മുകളിലോട്ട്, താഴോട്ട്, അറ്റത്ത്, വട്ടത്തിൽ. ഉത്തരം വട്ടത്തിൽ. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയ പഴം: പൈനാപ്പിൾ, കിവി, നാരങ്ങ, പേരക്ക. ഉത്തരം പേരയ്ക്ക. 100 ഗ്രാം പേരയ്ക്കയിൽ ഏകദേശം 230 മില്ലിഗ്രാം ആണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. എല്ലുകൾക്ക് ബലം കിട്ടാൻ സഹായിക്കുന്ന സുഗന്ധവ്യഞ്ജനം: ജീരകം, എള്ള്, കടുക്, ഏലക്ക. ഉത്തരം എള്ള്. ക്ഷയരോഗം ബാധിക്കുന്ന ശരീരഭാഗം: ഓപ്ഷൻസ്: ഹൃദയം, കരൾ, ശ്വാസകോശം, കുടൽ. ഉത്തരം ശ്വാസകോശം. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന അസുഖം: കോളറ, ക്ഷയം, കുഷ്ഠം, മരാസ്മസ്. ഉത്തരം മരാസ്മസ്. യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കയറ്റി അയക്കുന്ന രാജ്യം: ഇന്ത്യ, അമേരിക്ക, ചൈന, സൗദി. ഉത്തരം ഇന്ത്യ.